ഓർക്കുമോ? ഓർക്കും. എങ്ങനെ? എന്റെ ദൈവമേ, അങ്ങനെ എങ്ങനെ ഓർക്കും? അങ്ങനെ കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല, എങ്ങനെ ഓർക്കും? നാടകവേദിയിൽ നിന്നും ജനഹൃദയം കവർന്നെടുത്ത കഥാപാത്രങ്ങളിലേക്ക്, അപമാനം മാത്രം കേൾക്കേണ്ടി വന്ന സമൂഹത്തിൽ നിന്ന് ദേശീയ അവാർഡ് ജേതാവിലേക്ക്. അതെ, പറഞ്ഞു വരുന്നത് മഹേശ്വരി അമ്മയെ പറ്റിയാണ്. മലയാളികളുടെ സ്വന്തം ലളിതാമ്മയെ പറ്റിയാണ്. സ്കൂൾ കാലഘട്ടത്തിൽ ഡാൻസിൽ താല്പര്യം കാണിച്ചിരുന്ന ലളിത പോകെ പോകെ അഭിനയ രംഗത്തേക്ക് കടന്നു വരികയായിരുന്നു. കൂട്ടുകുടുംബം എന്ന KS സേതുമാധവൻ ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്കുള്ള വരവ്. പിന്നീട് ചില സിനിമകൾ അഭിനയിച്ച ശേഷം സംവിധായകൻ ഭരതനുമായിട്ടുള്ള വിവാഹം. ക്യാരക്ടർ റോളുകൾ തിരഞ്ഞെടുക്കുന്നതിലാണ് ലളിതാമ്മ പ്രാധാന്യം കൊടുത്തിരുന്നത്. തന്റെ അഭിനയ പ്രകടനത്തിലൂടെ തന്റെ ശൈലിയിൽ ഓരോ കഥാപാത്രങ്ങൾക്കും ജീവൻ കൊടുക്കാൻ ലളിതയ്ക്ക് സാധിച്ചു. മലയാളി മനസ്സുകളിൽ തങ്ങി നിൽക്കുന്ന ഒട്ടനവധി കഥാപാത്രങ്ങൾ. അമരം സിനിമയിലെ ഭാർഗവിയെയും, മനസ്സിനക്കര സിനിമയിലെ കുഞ്ഞിമറിയെയും, മൺചിത്രത്താഴിലെ ഭാസുരയെയും, അനിയത്തിപ്രാവ്, സ്ഫടികം പോലത്തെ ചിത്രങ്ങളിലെ അമ്മ കഥാപാത്രങ്ങളെയും മലയാളികൾ പെട്ടെന്നൊന്നും മറക്കത്തില്ല. ഇന്നസെന്റും KPC ലളിതയുമായിട്ടുള്ള കൂട്ടുകെട്ട് ആസ്വദിക്കാത്തവരാരും ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. തന്റെ ഒപ്പം നിൽക്കുന്നത് എത്ര വലിയ നടനാണെങ്കിലും അവരുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ അവരെക്കാൾ ഒരുപടി മുമ്പിൽ പോകാൻ KPC ലളിതയ്ക്ക് തന്റെ പ്രകടനത്തിലൂടെ സാധിക്കും. ഓരോ നിമിഷത്തിലും ഓരോ ഭാവങ്ങൾ മിന്നിമറയുന്ന മുഖമാണ് ലളിതാമ്മയുടേത്. ആ മുഖത്തിലെ ചിരി മാഞ്ഞിട്ട് 3 വർഷം തികയുകയാണ്. 1990-ൽ ഇറങ്ങിയ മതിലുകൾ എന്ന ചിത്രത്തിൽ KPC ലളിത ശബ്ദം കൊടുത്ത നാരായണി എന്ന കഥാപാത്രം ബഷീറിനോട് എന്നെ എങ്ങനെ ഓർക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ബഷീർ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്: എന്നും ഓർക്കും, കാരണം നാരായണിയുടെ അടയാളം ഈ ഭൂലോകത്തിൽ എന്നുമുണ്ട്. അതെ, തൻ്റെതായ അടയാളം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ലളിതാമ്മയെ നമ്മൾ ഒരിക്കലും മറക്കില്ല. നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിൽ എങ്ങുമുണ്ട്.